ഹലോ, ഒരു സെക്കൻഡ് നോക്കും. ഞാൻ ഇന്ന് സ്പെക്സ് വെച്ചാണ് പറയാൻ പോകുന്നത്. കാരണം നമ്മൾ അത്രയും സൂപ്പർ കൂൾ ആയിട്ടുള്ള ഒരു സിനിമയെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. മലയാള സിനിമകളില് നമ്മ ഇപ്പൊ പറയൂലേ ഒരു കൾട്ട് മൂവീസ് എന്നൊക്കെ പറഞ്ഞ് നമ്മ എപ്പോഴും എഴുതി തള്ളുന്ന ഒരു സിനിമയാണത്. കൾട്ട് എന്നല്ല പറയണ, മലങ്കൾട്ട് എന്ന് പറയണ ശരിക്കും പറഞ്ഞാൽ. അതായത് മലയാള സിനിമയിൽ ഇപ്പൊ നമ്മളിപ്പോ മമ്മൂട്ടിയുടെ സിനിമകളെ കുറിച്ച് പറഞ്ഞു, ഒരു കൾട്ട് മാമാങ്കത്തിനെ കുറിച്ച് പറഞ്ഞു, മോൺസ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. ഇനിയിപ്പോ ഉള്ളത് നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള പിന്നെ പേട്ടനും. ഇവരെ 3 പേരിൽ ഇനിയിപ്പൊ എല്ലാരും കൂടി പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് 2 പേരും കൂടി ഒന്നിച്ച് അഭിനയിച്ച ഒരു കിടിലം കൾട്ട് സിനിമയെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സലാം കാശ്മീർ എന്ന സിനിമയെ കുറിച്ചാണ്. സിനിമയെ കുറിച്ച് പറയാന്ന് പറയുമ്പോ തന്നെ ഇപ്പൊ പേര് പറയുമ്പോ തന്നെ എനിക്ക് രോമാഞ്ചമാണ് ശരിക്കും പറഞ്ഞാൽ. സത്യം, എങ്ങനെ ഇങ്ങനെ ഒരു സിനിമ, ഈ ഒരു കോൺസെപ്റ്റിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് പറയാണ്ടല്ലോ. നമ്മളിപ്പോഴും ഈ ഭാഷ അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും, ഭാഷ. അതുപോലെ തന്നെ ഇതിലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതെ, ഈ സിനിമ നമ്മൾ കണ്ടിറങ്ങി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിരിക്കും. അതെ, എനിക്കിപ്പോ ചെവിട്ടിൽ ഇപ്പോഴും അത് കേൾക്കുന്നുണ്ട്. ഇപ്പൊ ആ സിനിമയിലെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്നാ സാധനം എന്ന് പറഞ്ഞേ? അതാണ് ബിറ്റ്. നമ്മളിപ്പോ ഈ നരസിംഹത്തിലൊക്കെ മറ്റേ സീനില്ലേ, ഈ ഔദാര്യത്തെ വരുന്നു പറഞ്ഞിട്ട് കാണിച്ചു വരുമ്പോ മോഹൻലാൽ ഇങ്ങനെ എണീച്ചു വരുന്നു. അപ്പൊ അതിനേക്കാളും രോമാഞ്ചമായിട്ടുള്ള അതില് പിന്നെ നരസിംഹത്തിൽ പിന്നെ അവതാരത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇതിലൊരു അവരാധമാണ് പറയുന്നത്. പക്ഷെ ആ സീൻ കാണിക്കുമ്പോ നമുക്ക് ഒരു അതിപ്പോ നിങ്ങളോടിപ്പോ അത് പറയുമ്പോ സ്പോയിലറാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഉണ്ടല്ലോ, ഞാനിപ്പോ ഇത് എത്ര സ്പോയിലറാന്ന് പറയാൻ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് കണ്ടാലും, ഇപ്പൊ നിങ്ങൾ ബാത്റൂമിൽ ഇരിക്കണേ പോലും നിങ്ങൾ ആ സീൻ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് രോമാഞ്ചം വരും. അത്രയും കിടിലം സീനായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. ഇതിന്റെ സ്റ്റോറി ലൈൻ പറഞ്ഞിട്ട് ഭയങ്കര നമ്മ ഒരു ഇന്ത്യക്കാരനാണെങ്കിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ രോമിങ്ങനെ നീച്ചു നിന്നിട്ട് മരുന്നൊക്കെ പോകും. അങ്ങനത്തെ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയണത് ഒന്ന് ശ്രീകുമാർ എന്നുള്ള റോൾ ചെയ്തിരിക്കുന്ന ജയറാമാണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഒരു സിമ്പിൾ സിനിമ, ഒരു നോർമലി ഇപ്പൊ ലിയോലെ പോലെ ഒരു സാധാരണ ജീവിതം ജീവിക്കുന്ന ഒരാളായിട്ട്, ഒരു നാട്ടിൻപുറത്തുകാരനായിട്ടാണ് ജയറാം വരുന്നത്. പിന്നെ സുരേഷ് ഗോപിയുടെ ഒരു ക്യാരക്ടർ വരും പറഞ്ഞു കൊടുത്ത പോലെ. സുരേഷ് ഗോപി വന്നിട്ടാണ് പിന്നെ അവിടെ ലാലുലക്സിനായിട്ട് എനിക്ക് ആ സമയത്ത് എഴുതുന്നുണ്ട്, ഇത്ര നാള് വെള്ളടിച്ചിരിക്കും നിങ്ങൾക്ക് അറിയാം ഇദ്ദേഹം ആരാണെന്ന് പറഞ്ഞിട്ട്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റിവീലിംഗ് സീനാണ്. ഈ സീനിന് വേണ്ടി മാത്രം ഞാനൊരു 30 തൊട്ട് ഈ സിനിമ കണ്ടിട്ടുണ്ട്. എന്റെ ഫോണിലെ ചാർജ് തീരുന്നവർ ഞാൻ ഈ സിനിമയിൽ ആ സീൻ മാത്രം റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. സിനിമയുടെ കഥയൊക്കെ സിമ്പിളാണ്. തീവ്രവാദികൾ ഇന്ത്യ ആക്രമിക്കാൻ വരുന്നു, അതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് രണ്ട് പട്ടാളക്കാര് അവരുടെ മിഷനിൽ അവരെ തോൽപ്പിക്കുന്നതാണ് സിനിമയുടെ സിമ്പിൾ കഥയാണ്. പക്ഷെ അവര് ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്ന് പറയുന്നത്, നമ്മളിപ്പോ എന്തിനൊക്കെ കണ്ട് നമ്മൾ ഇതാണ് ടെക്നോളജി എന്നൊക്കെ പറയും. ഇതിനു മുമ്പൊക്കെ നമ്മൾ ചെയ്തു വെച്ചാണ് ടെക്നോളജി ഒക്കെ. ഇതില് മറ്റേതല്ലോ ഹാക്കിംഗ് കാണിക്കുമ്പോ തന്നെ ലാപ്ടോപ്പിൽ ഹാക്കിംഗ് കാണിക്കും, നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവില്ല. അതും ഈ തീവ്രവാദികളൊക്കെ യൂസ് ചെയ്യണ ആപ്പൊക്കെ ഉണ്ടല്ലോ, അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഫേസ്ബുക്ക്, പിന്നെ സ്കൈപ്പിലൊക്കെ കൂടിയാണ് തീവ്രവാദികൾ. അതും ഹാക്കറായിട്ടാണ് നമ്മുടെ മേജർ ശ്രീകുമാർ അവതരിപ്പിച്ചിരിക്കുന്ന, ജയറാം അവതരിപ്പിച്ചിരിക്കുന്ന ആ റോള്. ഹാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഹാക്ക് ചെയ്യുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എന്റെ പൊന്നോ, സിനിമയുടെ കഥ ഈ പറഞ്ഞ പോലെ സിമ്പിൾ കഥയാണ്. നിങ്ങള് മസ്റ്റ് വാച്ച് ആണെന്ന് ഞാൻ പറയണില്ല. നിങ്ങൾ മലയാളിയാണ്, ഇന്ത്യക്കാരനാണ്, ഇന്ത്യനോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ കാണണം. ഞാൻ എന്തായാലും ഒരു 3 തവണ കണ്ടിട്ടുണ്ട്, ഇനിയും കാണും. ഞാനൊരു 30 തവണ കണ്ടതാണ്. ഇനി ഒരു 30 തവണ കൂടി കാണാൻ എനിക്ക് ശേഷി ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും കാണും, ഉറപ്പാണ്. സോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.